എല്ലാരും നോക്കണേ, ബിസ്ക്കറ്റ് അപ്രതീക്ഷിതമാവാൻ സമ്മതിക്കരുത്. നോക്ക്. അയ്യോ, ഒരു ബിസ്ക്കറ്റ് അവിടെ പോയി. എന്റെ ബിസ്ക്കറ്റ് ശരിക്കില്ലേ? ഇല്ല, എന്റെ ബിസ്ക്കറ്റ് എവിടെ ആരും. ഓ കരയണ്ട, തരാം. അപ്പഴേ പറഞ്ഞത് കരയില്ലെന്ന്. ബിസ്ക്കറ്റ് തരുവടി. നിക്ക്, വെയിറ്റ് ചെയ്. എന്റെ ബിസ്ക്കറ്റും പോയി, എല്ലാം പോയി. തൊട്ട് കുലുക്കി നോക്ക്, ബിസ്ക്കറ്റ് ഇട്ടു. ഇതിനകത്തൊന്നും ഇല്ല. ഹായ്, ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ്. ഇതെങ്ങനെ സംഭവിച്ചു? അതാണ് മാജിക്. ആ കിരണേ, ആ ഗബ്രിയേൽ സാറാ. ഗബ്രിയേൽ സാർ എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? ഈയിടെയായിട്ട് സാർ സ്ഥിരം വിളിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനായിരിക്കും. ഹലോ, എന്താ സാർ? മോഴക്കുന്നിൽ നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആരതി. ആരതിയെ കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? എന്ത്? അതെ, ആരതിയെ കാണണമെന്ന് പറയുന്നു. എന്തു പറയും? അതെ, ആരതി സ്ഥലത്തില്ലാന്ന് പറ. ഹലോ സാർ, ആരതി ഇവിടെ ഒന്നും ഇല്ല. ഇവിടെങ്ങും ഇല്ലാത്തൊരാളെ നിങ്ങളെങ്ങനെയാ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയത്? അത് പിന്നെ പോലീസിനുണ്ടായ ഒരു സംശയം മാറ്റാൻ വേണ്ടിട്ട് അവളൊന്ന് വന്നതാണ് സാർ. എനിക്ക് ആരതി ഒന്ന് കാണണമല്ലോ. നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. അല്ല സാർ, എന്തിനാ ആരതിയെ കാണുന്നേ? അത് അംബികയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാ. ആരതിക്കും അംബികയായിട്ട് ഒരു ബന്ധമില്ല സാർ. ആരതി എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ പോയി കണ്ടോളാം. ഞാൻ സാറിനെ വിളിക്കാം സാർ. ശരി. എന്തടി? എന്താ? ഉടനെ കാണണമെന്നാ പറയുന്നത്. ഞാനിപ്പോ എവിടുന്ന് ആരതിയെ കൊണ്ടുവരാനാ? കിരൺ എന്ത് മറുപടി പറഞ്ഞു? വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആരതിയെ നമ്മുടെ മുന്നിൽ എത്തിക്കാൻ അവര് തയ്യാറല്ല. അങ്ങനെ കിരൺ പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ അവളെ പരിചയപ്പെടുത്തി തരാന്ന് എന്തുകൊണ്ട് അവള് പറഞ്ഞില്ല? അവർക്ക് എന്തോ ഒളിക്കാനുണ്ട്. നമ്മൾ അറിയരുതെന്ന് അവരാഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യമല്ലേ? എനിക്കങ്ങനെ തോന്നിയില്ല. പക്ഷെ എനിക്കങ്ങനെ തോന്നി. കിരൺ ആരതിയെ പറ്റി ഇനി മിണ്ടില്ല. അവള് നിന്നെ പറഞ്ഞു പറ്റിച്ചതാ. എമിലി, നീ കിരണിനെ പറ്റി ആവശ്യമില്ല ഇങ്ങനെ സംശയിക്കരുത്. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. ഗബ്രി, കിരണിനെ ഞാൻ അകത്താക്കും. അതോടെ അവളെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം മാറും. അതിനു വേണ്ടിട്ടാ ഞാൻ ആരതിയെ കാണാൻ ആഗ്രഹിക്കുന്നത്. ആ AC പ്രശ്നം കഴിഞ്ഞപ്പോ അടുത്ത തലവേദന ഗബ്രിയേൽ സാർ. സാർ അക്കാര്യം മറന്നുപോയെന്നാ ഞാൻ കരുതിയത്. മറന്നിട്ടില്ലെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അല്ല, ആരതിയുടെ കാര്യത്തിൽ ആ ഡോക്ടർക്ക് സംശയമാണോ? നിന്റെ അമ്മയുടെ പ്രശ്നം ഇതിനെല്ലാം കാരണം. അല്ല, ആരതി രാജപുരം സ്റ്റേഷനിലല്ലേ വന്നത്? അക്കാര്യം ഗബ്രിയേൽ സാർ എങ്ങനെ അറിഞ്ഞു? എങ്ങനെയോ അറിഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ ഈ കാര്യം വിളിച്ച് സാറ് ചോദിക്കില്ലായിരുന്നല്ലോ. ആ ഡോക്ടർ പോലീസൊന്നുമല്ലല്ലോ ആരതിയെ കണ്ടില്ലെങ്കിൽ നടപടിയെടുക്കാൻ. അതിലൊരു പ്രശ്നമുണ്ടടാ. ഹോസ്റ്റൽ അറിഞ്ഞ അതൊരു വിഷയമാവും. റീന മാം അറിഞ്ഞ ആരതിയെ കാണണമെന്ന് റീന മാം ആവശ്യപ്പെടും. അപ്പൊ ആരതി ഡോക്ടർ ഗബ്രിയലിനെയും കാണാൻ പോകേണ്ടി വരൂ. എടാ, ആരതിയോട് കാര്യം പറഞ്ഞ് മനസ്സിലാവില്ലേ? എടാ, ഞങ്ങളെ അവളെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. വരാൻ പറ്റുമോ നീ ഒന്ന് ചോദിക്കേ? അതെ, ആരതി വരുവായിരുന്നെങ്കിൽ നമുക്ക് ഗബ്രിയേൽ സാറിനെ കൂടെ പരിചയപ്പെടുത്തായിരുന്നു. ഞാൻ വീണ്ടും ആരതിയെ കാണാൻ പോകുന്നത് റിസ്ക് ആണ്. എടാ, നീ അങ്ങോട്ട് ആരതിയെ കാണാൻ പോവൊന്നും വേണ്ട. അവക്ക് ഫോൺ ഉണ്ടല്ലോ. നീ ആ നമ്പർ കൊടുത്താ, ഞങ്ങൾ അവളെ വിളിക്കാം. അല്ല, ആ നമ്പര് പഴയ നമ്പരാ. ആ നമ്പര് എനിക്ക് ഓർമ്മയുള്ളൂ. അവൾ ആ നമ്പര് മാറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീയേ നിന്റെ കയ്യിലുള്ള നമ്പർ ഏതായാലും താ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ വേണമെങ്കിൽ ആരതി വിളിച്ചോ, സംസാരിക്കണമെന്ന് എന്നെ കിട്ടില്ല. അതെന്താടാ, നീ ആരതിയായിട്ട് പിണക്കമാണോ? അങ്ങനെ ഒരു പിണക്കം ഇവന് ആരതിയായിട്ടുണ്ടെങ്കിൽ
അത് നമ്മൾ മാറ്റണ്ടേ? നീ നമ്പർ താ, ഞങ്ങൾ വിളിച്ചോളാം. നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്. ഫോണിൽ കിട്ടുന്നില്ലെങ്കിൽ അവളെ നേരിട്ട് പോയി കാണേണ്ടി വരും. എടി നീ ആരതി ഒന്ന് വിളിച്ചു വെക്കേ. ആ, ബെല്ലടിക്കുന്നുണ്ട്. ഹലോ, ആരാണ്? ആ, ആരതി, ഇത് ഞാനാ. ആരവിന്റെ ഫ്രണ്ട് കിരണ. ആ, പറഞ്ഞോ കിരണേ. വീണ്ടും എന്റെ സഹായം അവിടെ ആവശ്യമുണ്ടോ? ആ, സത്യം, അതിനാ ഞങ്ങളെ വിളിച്ചത്. ആരതിക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ കഴിയോ? ആരവിനെ നിങ്ങൾ സംരക്ഷിക്കുമ്പോ എനിക്ക് വരാതിരിക്കാനാവില്ലല്ലോ. ഓ, അപ്പൊ നീ ഇങ്ങോട്ട് വരുവോ? തീർച്ചയായും ഞാൻ വരും. ശരി, ആരതി വരും. അവളെ നമ്മളെ സഹായിച്ചതല്ലേ, അവള് വരുമ്പോ നമ്മളെ സഹായിച്ചതിന് പകരം അവൾക്ക് നമുക്കൊരു ട്രീറ്റ് കൊടുക്കണം. ശരിയാ, അവള് വരട്ടെ. അല്ല അവൾ എപ്പോ വരും? ആ, അത് പറഞ്ഞില്ലല്ലോ. ആ, അവള് സൗകര്യം പോലെ വരട്ടെ.